മാക്സിമം ഒരു പെൺകുട്ടി എന്ന നിലയിൽ പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ജോലി നേടുക. ജീവിതത്തിൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിയുക, രക്ഷപ്പെട്ടു പോകുക, അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പിന്നോട്ട് വലിക്കുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകരുത്, നമ്മൾ മുന്നോട്ട് തന്നെ നടക്കുക. കഴിഞ്ഞ ഒരു 6 വർഷത്തിന് മേളിൽ ഞങ്ങൾ വെള്ളത്തിലാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്യണമെന്നില്ല ഞങ്ങൾക്ക് വെള്ളം കയറാനായിട്ട്. ഇപ്പം കടൽ തീരത്ത് തന്നെ ആയതുകൊണ്ട് ഏറ്റവും വേലിയിറക്ക സമയത്തെല്ലാം ഞങ്ങൾ വീട്ടിൽ വെള്ളം കയറും. അപ്പം നമ്മൾ എപ്പോഴും ഓരോ ആൾക്കാരെയൊക്കെ പോയി കാണും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ്, ദുരിതങ്ങളാണ്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്യാമ്പിലായിരിക്കും. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം ക്യാമ്പിലാണ് താമസിക്കുന്നത്. അവർ വഴിയായിട്ടാണ് ഹൈബീഡൻ MP-യുടെ ഒരു അടുത്തോട്ട് ഈ ഞങ്ങളുടെ ഇഷ്യൂസ് എത്തുന്നത്. അതായത് മുത്തൂർ ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റ് MD വരെയും ഇവിടെ വന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശരിക്കും ബോധ്യപ്പെട്ട് നമുക്ക് വീട് വെച്ച് തരാനായിട്ട് ഫണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് മുത്തൂർ ഗ്രൂപ്പാണ് എന്നറിഞ്ഞപ്പോഴാണ് മുത്തൂർ ഗ്രൂപ്പ് എന്താ പറയുക ഇങ്ങനത്തെ പ്രവർത്തികളും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു സാധാരണക്കാരറിയുന്നു. And when we first went to that community and we saw how they were all living and how Chippy was living as well, we thought that it was such a big challenge to be living in a house that is constantly flooded, where even to cook meals or to even go to sleep or to sit down and study was such a big challenge. ഒരു മഴക്കാലം വെക്കുമ്പോൾ ഒരു മഴക്കാലമാകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടിയാണ്. നമ്മൾ സാധാരണ നോർമലി ഇപ്പോൾ വെള്ളം ആയതുകൊണ്ട് തന്നെ കട്ടിൽ 2 കട്ട പൊക്കത്തിലൊക്കെ പൊക്കി വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ 2 കട്ടയല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ കവിഞ്ഞ് കയറുന്നുള്ളൊരു അവസരം വരും. കട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും കാലുകൾക്ക് ഒരു ബക്കറ്റിൽ നല്ല ചുറ്റും അഴുക്ക് വെള്ളമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ബക്കറ്റിൽ റൂമിൻ്റെ അകത്ത് കട്ടിലിൻ്റെ സൈഡിൽ ഒരു നല്ല വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, നനഞ്ഞ കാലുമായിട്ട് കട്ടിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടിയാണ് അത് ഉണങ്ങിയിരിക്കുമ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ കട്ടിലേക്ക് കയറുക. അപ്പോൾ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായി, MScയും MCAയും. അതൊരു ലക്ഷ്യമായിരുന്നു ശരിക്കും. അപ്പം അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല, എനിക്ക് വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല, എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നതെന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ MCA എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. We don't think that giving a house or providing a house is just about shelter. It is much more than that, because people realize that it enables them to do much more. എപ്പോഴും നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പഠിക്കാതിരിക്കരുത്, നമ്മൾ പഠിക്കണം. കാരണം നാളെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ടുള്ള ഞങ്ങളുടെ ദുരിത ജീവിതത്തിനാണ് ഇന്നിവിടെ സമാപനമായിരിക്കുന്നത്. മഴയെയും വേലിയേറ്റത്തെയും പേടിക്കാതെ ജീവിക്കാനുള്ള ഒരു പുതിയ അധ്യായമാണ്